എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീട്ടിൽ പറയാൻ വേണ്ടിയിട്ട് പോകുന്നത് കഴിഞ്ഞ കുറേ ദിവസങ്ങളായിട്ട് നിങ്ങൾ ഓൾറെഡി അറിഞ്ഞിട്ടുണ്ടായിരിക്കും, പുതിയ റൂൾസ് ഒക്കെ ഇംപ്ലിമെന്റ് ചെയ്തു. മില്യൺസ് ഓഫ് ആൾക്കാരാണ് കാനഡ വിട്ടിട്ട് 2025 എൻഡ് ആകുമ്പോഴത്തേക്ക് പോകേണ്ടി വരുന്നത്. അപ്പോൾ അതിനെക്കുറിച്ചുള്ള കുറച്ച് കാര്യങ്ങളാണ് പറയാൻ വേണ്ടിയിട്ട് പോകുന്നത്. കഴിഞ്ഞ ദിവസം മാർക്ക് മില്ലർ അനൗൺസ് ചെയ്തത് 2025 ഡിസംബർ ആകുമ്പോഴത്തേക്ക് കാനഡ വിട്ടിട്ട് മില്യൺസ് ഓഫ് ആൾക്കാരാണ് കാനഡ വിട്ടിട്ട് പോകേണ്ടി വരുന്നത്. എങ്ങനെയാണ് കാനഡ വിട്ടിട്ട് ആൾക്കാർ പോവുക എന്ന് ചോദിച്ചതിന് പുള്ളിക്കാരൻ പറഞ്ഞ മറുപടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വോളണ്ടിയേഴ്സ് ആയിട്ട് ആ കാനഡ വിട്ടിട്ട് പോകണം എന്നുള്ള രീതിയിലാണ് പറഞ്ഞിരിക്കുന്നത്. ഇതിന് കുറെ ക്ലാരിഫിക്കേഷൻസ് വരാൻ വേണ്ടിയിട്ടുണ്ട്. അപ്പൊ ഇതിനകത്ത് പറയണതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെയിൻ ആയിട്ട് അവർ പറഞ്ഞിരിക്കുന്ന കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടുത്തെ ഹെൽത്ത് കെയർ സിസ്റ്റം, ഇൻഫ്രാസ്ട്രക്ചർ, ബാക്കിയുള്ള അക്കോമഡേഷന്റെ കാര്യങ്ങൾ അതെല്ലാം ഇവിടെ ഉള്ള ആൾക്കാർക്ക് ഫേവറബിൾ ആയിട്ടല്ല ഇപ്പം ഉള്ളത്. അപ്പം അതുകൊണ്ടിട്ട് ഒരുപാട് ആൾക്കാരെ അക്കോമഡേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റത്തില്ല. അതുകൊണ്ടിട്ടാണ് ഒരുപാട് റൂൾസ് ഇവർ ഇംപ്ലിമെന്റ് ചെയ്തത്. നിങ്ങൾക്ക് ഓൾറെഡി അറിയാം, നമ്മൾ മെൻഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു, PR-ന്റെ നമ്പർ കട്ട് ഡൗൺ ചെയ്തു, പിന്നെ ടെമ്പററി റെസിഡന്റ് വിസാസിന്റെ നമ്പർ കട്ട് ഡൗൺ ചെയ്തു, പിന്നെ പുറത്തുനിന്ന് LMI കൊടുത്തിട്ട് എടുക്കുന്ന ആൾക്കാരെ എണ്ണം റെഡ്യൂസ് ചെയ്തു, പിന്നെ സ്റ്റുഡൻസ് വിസയ്ക്ക് ക്യാബ് 10% ഇട്ടിട്ടുണ്ട്. അതായത് ഇപ്പോൾ ഒരുപാട് ആൾക്കാർ സ്റ്റുഡന്റ് വിസയിലൂടെ കാനഡയിലേക്ക് വരുന്നില്ല. കുറെ നാളുകൾക്ക് മുമ്പ് കാനഡ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ട്രെൻഡ് ആയിരുന്നു, ഒന്നുകിൽ UK അല്ലെങ്കിൽ കാനഡ. പക്ഷെ ഇപ്പം ആ ഒരു കാനഡ ട്രെൻഡ് അപ്പടിയെ കുറഞ്ഞിട്ടുണ്ട്. അതിന്റെ ഒരു റീസൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിസ അപ്രൂവൽ റേറ്റ് ഭയങ്കരമായിട്ട് കുറഞ്ഞിട്ടുണ്ട്. STS കാറ്റഗറിയിലായിരുന്നു എല്ലാവർക്കും വിസ പെട്ടെന്ന് കിട്ടിക്കൊണ്ടത്. അതായത് സ്റ്റുഡന്റ് ഡയറക്ട് സ്ട്രീം ആയിരുന്നു, അതായത് 2 വീക്സിനുള്ളിൽ തന്നെ വിസ കിട്ടുന്നു. മറ്റേ നോൺ SDS എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മൾ വിസയ്ക്ക് വെച്ചതിന് ശേഷം ഒരുപാട് നേരം കഴിഞ്ഞതിന് ശേഷമാണ് ഓരോരോ സ്റ്റെപ്സിനും ഭയങ്കര ഡിലേ ആണ് ഈ നോൺ SDSലുള്ളത്. അപ്പോൾ ഫാസ്റ്റ് ആയിട്ടുള്ള SDS കാറ്റഗറി ഒഴിവാക്കി അങ്ങനെ ഒരുപാട് റൂൾസ് ഇവർ ഇംപ്ലിമെന്റ് ചെയ്യുന്നു. ഇപ്പൊ ഫൈനലായിട്ട് അവർ പറഞ്ഞേക്കണേന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2025 എൻഡ് ആകുമ്പോഴത്തേന് ഒരുപാട് ആൾക്കാർ, മില്യൺ കണക്കിന് ആൾക്കാരാണ് ഈ കാനഡ വിട്ടിട്ട് പോകേണ്ടി വരുന്നത്. അതിൻ്റെ അകത്ത് ഒരു മെജോറിറ്റി ആൾക്കാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യൻസ് ആണ് വന്നിരിക്കുന്നത്. കാരണം ഒരുപാട് ഇന്ത്യൻസ് ഇവിടെ സെറ്റിൽ ആയിട്ടുണ്ട്, ഒരുപാട് ആൾക്കാരുടെ സിറ്റിസൺഷിപ്പ് കിട്ടിയിട്ടുണ്ട്. ഇതിനകത്ത് ഇവർ പറഞ്ഞേക്കണേന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ലേറ്റസ്റ്റ് റിപ്പോർട്ടിന്റെ അകത്ത് പറഞ്ഞേക്കണേന്ന് പറഞ്ഞാൽ ഒരുപാട് ഇന്ത്യൻസ് പല ട്രേഡിൽ വർക്ക് ചെയ്യുന്നുണ്ട്, പിന്നെ എഞ്ചിനീയേഴ്സ് ആയിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്, സയന്റിസ്റ്റ് ആയിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്, പിന്നെ ബാങ്ക് ഫീൽഡിൽ ഒരുപാട് ആൾക്കാർ വർക്ക് ചെയ്യുന്നുണ്ട്, ബാക്കിയുള്ള ഇ-കൊമേഴ്സ് ഫീൽഡിൽ വർക്ക് ചെയ്യുന്നുണ്ട്. അങ്ങനെ ഒരുപാട് ഇന്ത്യൻസ് ആണ് വർക്ക് ചെയ്യുന്നത്. ഇവരെയൊക്കെ 2025 ആകുമ്പോഴത്തേനുള്ള സ്റ്റാറ്റസ് എന്ന് പറഞ്ഞാൽ എല്ലാവരും ടെമ്പററി വിസാസിൽ വർക്ക് ചെയ്യുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. ഈ സിറ്റിസൺഷിപ്പ് PR കിട്ടിയ ആൾക്കാർക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ PR നിങ്ങൾക്ക് എക്സ്റ്റെൻഡ് ചെയ്യാം. സിറ്റിസൺഷിപ്പ് കിട്ടിയ ആൾക്കാർക്കൊന്നും ഒരു പ്രശ്നമൊന്നും വരത്തില്ല. പക്ഷേ ടെമ്പററി വിസയിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാർക്കാണ് ഇഷ്യൂ വരാൻ വേണ്ടി പോകുന്നത്. കാരണം 2025 ആകുമ്പോഴത്തേന് അവരുടെ വിസയുടെ വാലിഡിറ്റി എക്സ്പയറി ആയി പോകും എന്നാണ് പറയുന്നത്. ഇവർ പറഞ്ഞേക്കുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ റിപ്പോർട്ടിനകത്ത് ഒരു പർട്ടിക്കുലർ നമ്പർ പറയുന്നുണ്ട്, 766000 സ്റ്റഡി പെർമിറ്റ് ആണ് 2025 ഡിസംബർ ആകുമ്പോഴത്തേന് എക്സ്പയറി ആകാൻ വേണ്ടിയിട്ട് പോകുന്നത്. ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഇപ്പൊ സ്റ്റഡി പെർമിറ്റ് എക്സ്പയറി ആകാൻ വേണ്ടിയിട്ട് പോവുകയാണെങ്കിൽ നമുക്ക് ഇവിടെ കണ്ടിന്യൂ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് വർക്ക് പെർമിറ്റിലേക്ക് അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. ചില ആൾക്കാർക്ക് എന്ന് പറഞ്ഞാൽ ടെമ്പററി വിസ ഓൾറെഡി വർക്ക് പെർമിറ്റ് ഉണ്ടായിരിക്കും. അപ്പൊ അതിന്റെ സ്റ്റാറ്റസ് എക്സ്പയറി ആവുകയാണെങ്കിലും വർക്ക് പെർമിറ്റിന് എക്സ്റ്റൻഷൻ കിട്ടുന്നില്ല. പക്ഷെ കൊറോണ ടൈമിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഒരുപാട് ആൾക്കാരെ വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ആവശ്യമായിട്ട് വന്നിരുന്നു. ആ സമയത്ത് ഗവൺമെന്റ് വർക്ക് പെർമിറ്റ് എക്സ്റ്റൻഷൻ കൊടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ കഴിഞ്ഞ കുറെ നാളുകൾക്ക് മുമ്പ് നിങ്ങൾക്ക് ഓൾറെഡി അറിയാം, സ്ട്രൈക്ക് പല പ്രൊവിൻസിലും നടന്നു. അതിന്റെ ഫലമായിട്ട് ചില പ്രൊവിൻസിൽ അവർ എക്സ്റ്റൻഷൻ കൊടുക്കാം എന്ന് സമ്മതിച്ചു എക്സ്റ്റൻഷൻ കൊടുക്കുന്നുണ്ട്. പക്ഷേ എക്സ്റ്റൻഷൻ കിട്ടാത്തൊരു സിറ്റുവേഷൻ വരികയാണെങ്കിൽ ഇവിടെ നിൽക്കാൻ വേണ്ടിയിട്ട് വാലിഡ് ആയിട്ടുള്ള ഡോക്യുമെന്റ് കാണില്ല. പിന്നെ അത് മാത്രമല്ല, ഇപ്പൊ ബോർഡേഴ്സിലൊക്കെ എൻക്വയറീസ് ഒക്കെ ഭയങ്കരമായിട്ട് സ്ട്രിക്റ്റ് ആക്കിയിട്ടുണ്ട്. ഇതിനിടയിൽ നിങ്ങൾ കുറച്ച് ന്യൂസസ് ഒക്കെ കണ്ടിട്ടുണ്ടായിരിക്കും, ഇന്റർനാഷണൽ സ്റ്റുഡൻസ് അസൈലം സീക്കേഴ്സ് വിസയ്ക്ക് വേണ്ടിയിട്ട് ട്രൈ ചെയ്യുന്നുണ്ട്. കാരണം ഇവിടെ നിൽക്കാൻ വേണ്ടിയിട്ട് കണ്ടിന്യൂ ചെയ്യാൻ വേണ്ടിയിട്ട് പ്രോപ്പർ ആയിട്ടുള്ള ഡോക്യുമെന്റേഷൻ ഇല്ലെങ്കിൽ ഒരുപാട് ആൾക്കാർ അസൈലം വിസയ്ക്ക് വേണ്ടിയിട്ട് അപ്ലൈ ചെയ്തിട്ടുണ്ട്. അപ്പം ഇതിന്റെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാർക്ക് മില്ലർ പറഞ്ഞതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു അസൈലം വിസ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്റർനാഷണൽ സ്റ്റുഡൻസ് ആയിട്ട് വന്നിട്ട് നിങ്ങൾക്ക് കുറച്ച് നാൾ ഇവിടെ പണിയെടുത്തു, പിന്നെ അതിനുശേഷം നിങ്ങളുടെ ഡോക്യുമെന്റ് ഫർദർ എക്സ്റ്റെൻഡ് ചെയ്യാൻ പറ്റില്ല, അല്ലെങ്കിൽ വർക്ക് പെർമിറ്റ് ടു PR അല്ലെങ്കിൽ PR ടു സിറ്റിസൺഷിപ്പ് അങ്ങനെയൊക്കെ കണ്ടിന്യൂ ചെയ്യാൻ പറ്റാത്തൊരു സിറ്റുവേഷനിലും നിങ്ങൾക്ക് എന്താ പറയുക അപ്ലൈ ചെയ്യാനുള്ളൊരു വിസ അല്ല അസൈലം സീക്കേഴ്സ് വിസ എന്ന് പറയുന്നത്. സ്റ്റുഡന്റ് വിസ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇത്ര ലക്ഷം രൂപ ബാങ്കിൽ കാണിച്ചിട്ടായിരിക്കും ഇവിടത്തേക്ക് സ്റ്റുഡൻസ് വരിക. അപ്പൊ നിങ്ങൾ ഫൈനാൻഷ്യലി സ്റ്റേബിൾ ആണ്, നിങ്ങൾക്ക് ഇവിടെ വന്നിട്ടുള്ള ഫണ്ടും നിങ്ങൾക്ക് ഇവിടെ വന്നുള്ള എക്സ്പെൻസും എല്ലാ കാര്യങ്ങളും മീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. ഇങ്ങനെയുള്ള സിറ്റുവേഷനിൽ അസൈലം സീക്കേഴ്സ് വിസ ഒരിക്കലും അപ്ലൈ ചെയ്യാൻ അല്ലെങ്കിൽ അപ്രൂവൽ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റില്ല എന്നാണ് മാർക്ക് മില്ലർ പറഞ്ഞിരിക്കുന്നത്. ഇപ്പം ഒരുപാട് അസൈലം സീക്കേഴ്സ് വിസ കിട്ടുന്നുണ്ട്. അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കൺട്രിയിൽ നമുക്ക് എന്താ പറയാ കണ്ടിന്യൂ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റില്ല, നമുക്ക് അവിടെ കണ്ടിന്യൂ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ജീവന് ഭീഷണിയാണ്, അങ്ങനെയൊക്കെ വന്ന സിറ്റുവേഷനിൽ
സിറ്റുവേഷനിൽ മാത്രമാണ് ഈ ഒരു വിസയ്ക്ക് അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുക എന്നും പുള്ളിക്കാരൻ ഈ ഒരു മീറ്റിംഗിനിടയ്ക്ക് മെൻഷൻ ചെയ്തിട്ടുണ്ട്. ഇനി അവർ കീ ചേഞ്ചസ് ആയിട്ട് മെൻഷൻ ചെയ്തിരിക്കുന്നത് ഓൾറെഡി നമ്മൾ പറഞ്ഞിട്ടുള്ള കാര്യമാണ്. പക്ഷെ കഴിഞ്ഞ ദിവസം ഒന്നും കൂടി അവർ മെൻഷൻ ചെയ്തിട്ടുണ്ടോ, ആനുവൽ PR ടാർഗറ്റ് എന്ന് പറഞ്ഞാൽ 21% റിഡക്ഷൻ 2025 ആകുമ്പോഴത്തേന് വരാൻ വേണ്ടിയിട്ട് പോകുന്നത്. ടെമ്പററി റെസിഡന്റ് വിസ എന്ന് പറഞ്ഞാൽ 40% കുറയ്ക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ്. പിന്നെ ഓൾറെഡി പറഞ്ഞത് മാതിരി സ്റ്റുഡന്റ് വിസ എന്ന് പറഞ്ഞാൽ 10% ആണ് റിഡക്ഷൻ വരുന്നത്. ഇപ്പം ഈ ഒരു റിപ്പോർട്ട് അനുസരിച്ചിട്ട് സെപ്റ്റംബറിൽ ഇവിടെ ഉള്ള ഇന്ത്യൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1689055 ആണ് ഇന്ത്യൻസിന്റെ ഒരു നമ്പർ ആയിട്ട് ഈ റിപ്പോർട്ടിനകത്ത് മെൻഷൻ ചെയ്തിട്ടുള്ളത്. പിന്നെ വേറൊരു കാര്യം മെൻഷൻ ചെയ്യാൻ വേണ്ടിയിട്ടുണ്ട്. നേരത്തെ എന്ന് പറഞ്ഞാൽ നമുക്ക് വർക്ക് പെർമിറ്റ് എക്സ്പയറി ആകാൻ വേണ്ടിയിട്ട് പോകുന്ന സിറ്റുവേഷനിലൊക്കെ LMI വിസേസിലേക്ക് ആൾക്കാർ സ്വിച്ച് ചെയ്യുന്നുണ്ടായിരുന്നു. പക്ഷെ ഇപ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ LMI വിസയൊക്കെ മെൻഷൻ ചെയ്ത മാതിരി കുറയ്ക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ്. ചില ഫീൽഡിലെന്ന് പറഞ്ഞാൽ LMI വിസ കൊടുക്കണില്ല. അങ്ങനെയുള്ള ഒരുപാട് റെസ്ട്രിക്ഷൻസ് LMIക്കും വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിനകത്ത് ഇവർ പറയുന്ന കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്രത്തോളം അതായത് മില്യൺ കണക്കിന് ആൾക്കാർക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറെ ആൾക്കാർക്കൊക്കെ ഏതെങ്കിലുമൊക്കെ പാത്വേയിലൂടെ ഇവിടെ ചിലപ്പോൾ നിൽക്കാൻ വേണ്ടിയിട്ട് പറ്റുന്നുണ്ടായിരിക്കും. പക്ഷേ ഒരു നിർവാഹവും ഇല്ലാതെ വിസ എക്സ്പയറി ആകുകയാണെങ്കിൽ അത് ഇവിടെ നിൽക്കാൻ വേണ്ടി വാലിഡ് ഡോക്യുമെന്റ് ഇല്ലെങ്കിൽ നിങ്ങൾ എന്തായാലും അവരവരുടെ ഹോം കൺട്രിയിലേക്ക് തിരിച്ചു പോകണം എന്നുള്ള രീതിയിലാണ് പുള്ളിക്കാരൻ മെൻഷൻ ചെയ്തിട്ടുള്ളത്. അപ്പം എനിക്ക് ഈ ഒരു കാര്യം നിങ്ങളിലേക്ക് അറിയിക്കണമെന്ന് തോന്നി. കാരണം ഒരുപാട് ആൾക്കാർ ഈ ഒരു കാര്യം ഓൾറെഡി ന്യൂസിലൂടെ അറിഞ്ഞിട്ടുണ്ടായിരിക്കും. അപ്പം ജസ്റ്റ് ഇത് നിങ്ങൾക്ക് ഇൻഫർമേഷന് വേണ്ടി ഞാൻ ഷെയർ ചെയ്തത് മാത്രമേ ഉള്ളൂ. നിങ്ങളുടെ അഭിപ്രായം എന്താണെങ്കിലും താഴെ കമന്റായിട്ട് മെൻഷൻ ചെയ്യുക. നിങ്ങൾക്ക് എന്തെങ്കിലും കാര്യങ്ങൾ അറിയണം, പറയണം, കേൾക്കണം അങ്ങനെ ഉണ്ടെങ്കിൽ അതും മെൻഷൻ ചെയ്യുക. ഈ പുതിയൊരു വീഡിയോയിൽ പുതിയൊരു ടോപ്പിക് ആയിട്ടാണ്. അതുവരെ ബൈ.